നമുക്കിപ്പം മുബഷിർ പി അക്ബറുണ്ട്. റിദ ഫാത്തിമയുടെ വീട്ടിൽ സിനോജ് ചേരുന്നു. നിദ ഫാത്തിമയുടെ വീട്ടിൽ സിനോജ് നിതയെന്നും ഹൃദയെന്നും ഒക്കെ വിളിച്ച് ഈ സുഹൃത്തുക്കൾ കരയുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ പോലും പറ്റാത്തതായിരിക്കുമല്ലേ സിനോജ്? അരുമാർ തീർച്ചയായും അങ്ങനെയാണ്. ഒപ്പം പഠിക്കുന്ന കുട്ടികൾ വന്ന് അവസാനമായി ഒന്ന് നിതയെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ നമുക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് എല്ലാവരും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതായത് നിതയുടെ വീടാണ് കുറച്ച് അകലെയുള്ളത്. ബാക്കി 3 കുട്ടികളുടെ വീടെന്ന് പറഞ്ഞാൽ അടുത്തടുത്താണ്, റോഡിൻ്റെ ഇരുവശത്തുമാണ്. അവിടെ നിന്നൊരു 250 മീറ്റർ മാറിയിട്ടാണ് നിദ ഫാത്തിമയുടെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ ആളുകൾ അധികം വന്ന് പോയിട്ടുണ്ട്. പ്രാർത്ഥനകളൊക്കെ തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു 8 മണി 8:30 കൂടി തന്നെ മൃതദേഹം ഇവിടെ നിന്ന് ഹാളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മഴയും തുടങ്ങിയിട്ടുണ്ട്. ആളുകളുടെ വരവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. പരമാവധി ആളുകൾ ഈ സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു 500 ആളുകൾ ഈ വീട്ടിൽ വന്ന് അവസാനമായി നിദ ഫാത്തിമയെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടുത്തെ അയൽവാസികളുമായി ഒപ്പം തന്നെ കുടുംബക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് നിതയുടെ പിതാവ് സലാമ ഗൾഫിലായിരുന്നു. 2 മാസം മുൻപാണ് അവധിക്ക് നാട്ടിലേക്ക് വന്നത്. പരീക്ഷ ആയതുകൊണ്ട് തന്നെ പരീക്ഷ കഴിയുന്ന സമയത്ത് നിതയെ കൂട്ടാനും വേണ്ടി സ്കൂളിലേക്ക് പോകാറുണ്ടായിരുന്നു. ഇന്നലെയും അങ്ങനെ പോയിരുന്നു. പക്ഷേ പരീക്ഷ നേരത്തെ കഴിഞ്ഞു. 5-10 മിനിറ്റ് മുൻപ് നേരത്തെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് നടന്നു വരികയായിരുന്നു പറയുന്നു. ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ സലാമും ഇതുവഴി വന്നിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം. വരുന്നവരൊക്കെ തന്നെ കരഞ്ഞ് അന്തിമോപചാരം അർപ്പിച്ചാണ് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ ഒരുമിച്ച് പഠിച്ച 4 വിദ്യാർത്ഥികൾ അവർ മരണത്തിലും ഒരുമിച്ച് തന്നെ പോകുന്ന ഒരു ദുഃഖകരമായ കാഴ്ച. ഇപ്പോൾ ഈ ചെറുവള്ളി ഗ്രാമത്തിൽ മഴ പെയ്യുകയും കൂടിയാണ്. നല്ല രീതിയിലുള്ള മഴയും പെയ്യുന്നുണ്ട്. ഇന്നലെയും ഈ മഴ തോർന്ന വേളയിലായിരുന്നു ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 8-8:30 കൂടി തന്നെ മൃതദേഹം ഇവിടെ നിന്ന് ഹാളിലേക്ക് കൊണ്ടുപോകും. മന്ത്രിമാരായ എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടിയൊക്കെ തന്നെ അവിടെ 8 മണിയോട് കൂടി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോങ്ങാട് MLA ഒക്കെ തന്നെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോഴും ആളുകൾ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം അകത്ത് ചില്ലിട്ട പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആളുകളൊക്കെ തന്നെ എത്തി അവസാനമായി നിതയുടെ മുഖം ഒന്ന് കണ്ട് പോവുകയാണ്. ഒപ്പം പഠിച്ച വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരുന്നുണ്ട്. രാവിലെ 6:20 കൂടിയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. അതിന് മുൻപ് തന്നെ പുലർച്ചെ 5 മണി മുതൽ തന്നെ നിരവധി ആളുകൾ ഈ വീടിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മൃതദേഹം വരുന്നതിന് കാത്ത് ആളുകളുണ്ടായിരുന്നു. പരമാവധി ആളുകൾ വന്ന് വീട്ടിൽ നേരിട്ടെത്തി മൃതദേഹം കാണുകയാണ്. ബാക്കിയുള്ളവർക്ക് നാട്ടുകാർക്ക് ഈ കരിമ്പ പഞ്ചായത്തിലെയും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ തന്നെ ആളുകൾക്കും പരിചയക്കാർക്കും ഒക്കെ തന്നെ ബന്ധുക്കളൊക്കെ തന്നെ ഹാളിലും വന്ന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും. സ്കൂളിലെ ഈ കരിമ്പ സ്കൂളിലെ കുട്ടികൾക്കും ഹാളിലെത്തിയായിരിക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാവുക. ഇപ്പോൾ ഈ ചെറുവള്ളി ഗ്രാമത്തിലുള്ള നിതയ്ക്കൊപ്പം പഠിച്ച ഇവർക്കൊപ്പം ഈ 4 കുട്ടികൾക്കൊപ്പം പഠിച്ച ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഈ 4 വീടുകളിലും വന്ന് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോ വീടുകളിലും എല്ലാവർക്കും കയറി ഇറങ്ങേണ്ട സാഹചര്യമാണ്. കാരണം എല്ലാവർക്കും പരസ്പരം അറിയാവുന്ന ഒരു വീടാണ്, തൊട്ടടുത്ത വീടുകളാണ്, ഒരു ഗ്രാമമാണ്, ഒരു പഞ്ചായത്തിലെ ചെറുവള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ള വീടുകളാണ്. ആ ഗ്രാമം പോലും ഇപ്പോൾ സങ്കടം പെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. മഴയുണ്ട്. ഇപ്പോൾ ഈ സ്ഥലങ്ങളിൽ 250 മീറ്റർ മാത്രം അകലെയാണ് നിതയുടെ വീടുള്ളത്. ബാക്കി എല്ലാവരും അടുത്തടുത്ത് അയൽപ്പക്കങ്ങളിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. സ്വാഭാവികമായും ഒരു അവധി വന്നാൽ ഇവർ മറ്റു വീടുകളിൽ അപ്പുറത്ത് നിദ എന്നോ റിദ എന്നോ ഇർഫാൻ എന്നോ ഐഷ എന്നോ ഒക്കെ നീട്ടി വിളിച്ച് അവധി ദിവസങ്ങളിൽ ഇവർ ഒരുമിച്ച് ഒത്തുകൂടുന്നവരാണ്. മദ്രസ മുതൽ 8ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. പിണക്കങ്ങളും സൗഹൃദങ്ങളും അത്രമേൽ ഇവരുടെ ഇടയിൽ അവരുടെ ബന്ധത്തെ വളരെ ശക്തമാക്കിയവരാണ്. നമുക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ ഒരുമിച്ച് പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ 10-12ാം ക്ലാസ് വരെയും ഒരുമിച്ച് ഒരേ ക്ലാസ്സുകളിൽ പഠിക്കാൻ ഭാഗ്യം ലഭിക്കുമായിരുന്ന കുഞ്ഞുങ്ങളാണ്. വീടിന് തൊട്ടടുത്ത് ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രം അകലെയുള്ള സ്കൂളിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ്. 300 മീറ്റർ അകലെ വീട്ടിലേക്ക് എത്തുന്നതിനും അകലെ വെച്ച് ഈ കുഞ്ഞുങ്ങളെ ഇന്നലെ നഷ്ടപ്പെടുമ്പോൾ അത് ആ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും താങ്ങാനാവുന്നതിനും അപ്പുറമാണ് എന്നതാണ് വാസ്തവം. ചെറുവള്ളി എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലെ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ട കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ചില്ലുപെട്ടിയിൽ ജീവൻ നഷ്ടപ്പെട്ട് ചലനമറ്റ് കിടക്കുന്ന കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ ഈ അപകടമുണ്ടായ സ്ഥലത്ത് നേരത്തെയും അപകടങ്ങളുണ്ടായിരുന്നു. 55ഓളം അപകടങ്ങൾ ഇതേ സ്ഥലത്ത് നേരത്തെ സംഭവിച്ചതാണ്. 65ഓളം ആളുകൾക്ക് പരിക്കുപറ്റിയതാണ്. 2022 കോങ്ങാട് MLA ശാന്തകുമാരി തന്നെ ഈ വിഷയം നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലായി അറിയിച്ചിരുന്നതാണ്. അപ്പോൾ ഐഷയുടെ വീട്ടിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
റിദ ഫാത്തിമയുടെയും നിദാ ഫാത്തിമയുടെയും ഇർഫാൻ്റെയും ഒക്കെ വീടുകൾ അടുത്തടുത്ത വീടുകളാണ്. ആ വീടുകളിൽ ഒരു വീട്ടിൽ പോയാൽ തൊട്ടടുത്ത വീട്ടിൽ പോയി അവിടെയും കുഞ്ഞുങ്ങളെ കണ്ട് തൊട്ടടുത്ത വീടുകൾ എന്ന നിലയിലാണ് അവരുടെ വീടുകളുള്ളത്. അതുകൊണ്ട് ഒരുപാട് അകലെയല്ലാതെ ഒരു കുഞ്ഞു ഗ്രാമം, ആ 1/2 കിലോമീറ്ററിനുള്ളിൽ റിദയുടെ വീട്ടിൽ ഒരു വീട്ടിലെത്തുന്ന കൂട്ടുകാരികൾ മറ്റടുത്ത വീട്ടിലും പോയി വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിദയുടെ വീട്ടിൽ പോയ അതേ കൂട്ടുകാരികൾ റിദയുടെ വീട്ടിലേക്കും എത്തുന്ന കാഴ്ച കാണുന്നു. സങ്കടക്കടലായി ഒരു ഗ്രാമം മാറുന്ന കാഴ്ച കാണുന്നു. പ്രകൃതി പോലും അവരുടെ കണ്ണീര് പോലെ, പ്രകൃതിയുടെ കണ്ണീര് പോലെ പെയ്തു നിൽക്കുന്ന കാഴ്ച കാണുന്നു. ചാറ്റൽ മഴയാണ്.